പത്തായത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പത്തായത്തിനകത്ത് ഇറങ്ങിയിട്ട് നെല്ല് നമ്മൾ നാല് വശത്തുനിന്നും ഈ പത്തായത്തിനകത്ത് നെല്ല് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നാല് മൂലയ്ക്കേക്കും അത് മാറിക്കഴിഞ്ഞാൽ അത് തൂത്തടിപ്പിക്കണമെങ്കിൽ നമുക്ക് പുറത്തു നിന്നുകൊണ്ട് അത് പറ്റില്ല. അപ്പം നമ്മളെപ്പോലെ കുട്ടികളെ ആരെങ്കിലും അതിനുള്ളിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് മേളിൽ ഇങ്ങനെ കാണിച്ചിട്ട് അതിനകത്തോട്ട് തരുന്നില്ല, നമ്മളോട് പറയും ഇറങ്ങാൻ പറയും. നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ നാല് വശത്തുനിന്നും അത് തൂത്ത് കൂട്ടി കൊണ്ടുവന്നിട്ടാണ് അത് വാരുന്നത്. അങ്ങനെ പത്തായത്തിൽ ഇറങ്ങിയ ഒരു അനുഭവമാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, പത്തായത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എല്ലാ വിലപ്പെട്ടതും സൂക്ഷിക്കുന്നത് പത്തായത്തിലായിരുന്നു. എന്തിനേറെ ഒരു പഴക്കൊല പോലും പഴുക്കാൻ വെക്കുന്നത് പത്തായത്തിലായിരുന്നു. അപ്പോൾ പത്തായത്തിൽ നിന്നാണ് പഴുത്ത കൊല നമ്മൾ എടുക്കുന്നത്. കാരണം ഈ ചൂട് കൊണ്ട് അത് പഴുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പത്തായം ശരിക്കും പറഞ്ഞാൽ ഈ ഇന്നത്തെ പുതിയ കാലത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ എല്ലാ ഉപയോഗങ്ങളും ഉള്ള ഒന്നായിരുന്നു. ഇപ്പം ഞാൻ പത്തായത്തിൻ്റെ പുറത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ അല്പം നെൽകൃഷി, ഇപ്പോൾ പുഞ്ചയും വിരിപ്പും കൃഷി ഉണ്ടായിരുന്നത് കൊണ്ട് ഈ നെല്ലിടാൻ വേണ്ടിയും വിത്തിടാൻ വേണ്ടിയും പത്തായം ഉണ്ടായിരുന്നു. അപ്പോൾ പത്തായത്തിൽ നിന്നാണ് നെല്ലളന്ന് ഓരോ പ്രാവശ്യവും പുഴുങ്ങാനായിട്ട്, നമുക്ക് അരിയുടെ ആവശ്യത്തിന് നെല്ല് പുഴുങ്ങാനായിട്ട് നെല്ലെടുക്കുന്നത് പത്തായത്തിൽ നിന്നാണ്. ആ പത്തായത്തിൻ്റെ ആ അറയുടെ വലിപ്പം അനുസരിച്ച് കൊട്ടയുണ്ട്. ആ കൊട്ട അകത്തേക്ക് ഇറക്കിയിട്ടാണ് നമ്മൾ വാരിയെടുക്കുന്നത്. അതുമെല്ലാം ഞങ്ങൾ കുട്ടികൾക്ക് അതിനകത്തൊക്കെ ഒരു പങ്കും പങ്കാളിത്തവും ഉണ്ട്. കാരണം അത് ഇറങ്ങാനും വാരാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടി. മാത്രമല്ല പത്തായം ശരിക്കും പറഞ്ഞാൽ വിത്തിടുക മാത്രമല്ല, ഇപ്പം ഒരു തലമുറ എൻ്റെ പത്തായത്തിൽ 100 പറ വിത്ത് കിടപ്പുണ്ട് എന്ന് പറയുന്നത് 1 കോടി രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എനിക്കുണ്ട് എന്ന് പുതിയ കാലത്ത് പറയുന്നതിനേക്കാൾ അഭിമാനത്തോടെയായിരുന്നു അന്നത് പറഞ്ഞിരുന്നത്. എൻ്റെ പത്തായത്തിൽ 100 പറ വിത്ത് കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ എന്തോ ഈ ഒരു മഹാസംഭവം, അത് ഞാൻ എന്തിൻ്റെയോ വലിയ ഒരു ഉടമയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്. കാരണം അതിൽ ഊറ്റം കൊണ്ടിരുന്നു. അതൊരു തലമുറയുടെ, ഒരുപക്ഷെ നമ്മുടെ കഴിഞ്ഞ തലമുറയുടെ കൃഷി ജീവനോപാധിയായി കണ്ടിരുന്ന, കൃഷിയെ ഉപാസനയായി കണ്ടിരുന്ന ഒരു തലമുറയുടെ വലിയ ഒരു എന്താ പറയുന്ന ഒരു അഭിസംബോധനയാണ് അത് സമൂഹത്തോടുള്ളത്. അതൊരു അഭിമാനത്തോടെയാണ് പറഞ്ഞിരുന്നത്. പിന്നെ വിത്ത് സൂക്ഷിക്കാൻ പത്തായം, വലിയ പത്തായം, ചെറിയ പത്തായം, അങ്ങനെ പത്തായങ്ങൾ തന്നെ പല പത്തായപ്പുരകൾ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം വീട്ടിലെ പത്തായപ്പുര എന്ന് പറഞ്ഞാൽ അത് ഒരു ധാന്യപ്പുരയാണ്. ഒരിക്കലും പിന്നെ നെല്ലെടുക്കുമ്പോൾ പോലും നമുക്ക് ചില നിഷ്ഠകളുണ്ടായിരുന്നു. പത്തായത്തിൽ നിന്ന് നെല്ലും വിത്തും വാരിയെടുക്കുമ്പോൾ എല്ലാം വാരാറില്ല. നമ്മൾ 4 വിത്തെങ്കിലും അല്ലെങ്കിൽ 4 നെന്മണിയെങ്കിലും അതിനുള്ളിൽ കിടക്കണം, പത്തായം ഒഴിയാൻ പാടില്ല. അത് കാരണം ശൂന്യമാകരുത്, അതാണ് ആ ചിന്ത. കാരണം പൊലിക്കണം. അപ്പോൾ അങ്ങനെ മാത്രമല്ല, പത്തായം പെറും, ചക്കി കുത്തും, അമ്മ വയ്ക്കും, നമ്മൾ ഉണ്ണും. ശരിക്കും പറഞ്ഞാൽ അതിനേക്കാൾ ഈ ഇപ്പോൾ 34 ലക്ഷത്തിലധികം അയൽ സംസ്ഥാന തൊഴിലാളികൾ അവർ ജോലി ചെയ്യുന്നതുകൊണ്ടാണ് കേരളം ഉണരുകയും ഉറങ്ങുകയും ചെയ്യുന്നത്. അവരില്ലാതെ പോയാൽ കേരളം നിശ്ചലാവസ്ഥയിലാകുന്ന ഒരവസ്ഥയിലാണ് ഇന്ന്. കാരണം നമ്മുടെ ദേഹത്ത് ഉറുമ്പ് കടിച്ചാൽ അതിനെ എടുത്ത് കളയണമെങ്കിൽ നമ്മൾ ഒരു ബംഗാളിയിൽ നിന്നുള്ള ഒരു തൊഴിലാളിയെ അന്വേഷിക്കുകയാണ്. ആ നിലയിലേക്ക് ഒരു അലസത നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള കാലത്ത് അതിന് പണ്ടേ കാരണവന്മാർ ഒരു പക്ഷേ നാളെ അങ്ങനെ ഒരു കാലം ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട് ആരോ ഉരുവം ചെയ്തെടുത്ത ഒരു പഴമൊഴിയാണത്. അതിനേക്കാൾ അർത്ഥവത്തായ ഒരു പഴമൊഴി ഏതാണ്? പത്തായം പെറും, ചക്കി കുത്തും, അമ്മ വയ്ക്കും, നമ്മൾ ഉണ്ണും, അല്ലെങ്കിൽ ഉണ്ണി ഉണ്ണും എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ അലസതയ്ക്ക് ഇതിനേക്കാൾ വലിയ ഒരു ഉദാഹരണം നമുക്ക് പറയാനില്ല. പിന്നെ വിലപ്പെട്ടതെല്ലാം സൂക്ഷിക്കുക. ഇപ്പോൾ സ്വർണ്ണമാകട്ടെ, പണമാകട്ടെ, എന്തും ആ പത്തായത്തിലുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇരുമ്പ് പെട്ടി സേഫിലുണ്ടെന്ന് പറയുന്നതിനേക്കാൾ, നമ്മുടെ ഇരുമ്പ് സേഫിലുണ്ട് അല്ലെങ്കിൽ ഇരുമ്പ് പെട്ടിയിലുണ്ടെന്ന് പറയുന്നതിനേക്കാൾ വലിയ ഒരു ഉത്ബോധത്തോടെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ പത്തായത്തിൽ ടിപ്പുണ്ട് അത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ വിത്ത് സൂക്ഷിക്കുമ്പോഴൊക്കെ അതിന് വേറൊരു പ്രാധാന്യം കൊണ്ടുണ്ട്. ഇപ്പം ഈ ലോഹം കൊണ്ടുണ്ടാക്കിയ ഏതെങ്കിലും സംഭരണിയിലാണ് നമ്മളത് സൂക്ഷിക്കുന്നതെങ്കിൽ ഈ അന്തരീക്ഷത്തിലെ എല്ലാ മാറ്റത്തെയും അത് ഉൾക്കൊള്ളും. ഇപ്പം വലിയ താപനില കൂടിയ അല്ലെങ്കിൽ വലിയ ചൂട് കൂടിയ അവസ്ഥയിലൊക്കെ അത് തീർച്ചയായിട്ടും ആ വിത്തിനെയും ബാധിക്കും. ആ ലോഹം അത് ഉൾക്കൊണ്ടിട്ട് അല്ലെങ്കിൽ ആഗിരണം ചെയ്തിട്ട് അത് ആ വിത്തിൻ്റെ അങ്കുരണശേഷി അത് ദോഷകരമായി ബാധിക്കും. പക്ഷേ പത്തായത്തിൽ അതില്ല, അല്ലെങ്കിൽ അറയിലിടുന്ന നെല്ലിനോ വിത്തിനോ അത് വരില്ല. കാരണം അന്തരീക്ഷവുമായിട്ട് ചേർന്ന് പോകാൻ, ചൂട് കൂടുതലുള്ള സമയത്ത് ആ ചൂടിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന തടി കൊണ്ടാണത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ആഞ്ഞിലി, തേക്ക്, അങ്ങനെയുള്ള ഏറ്റവും നല്ല തടികൾ കൊണ്ട് തന്നെയാണ് പത്തായം ഉണ്ടാക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോഴൊരു ഓണാട്ടുകാരിലടക്കം നമ്മൾ കണ്ടുവരുന്ന ഒരു സവിശേഷത, പത്തായങ്ങൾ മുഴുവൻ പൊളിച്ചിട്ട് മറ്റ് ഫർണിച്ചറുകളാക്കി മാറ്റിയിട്ട്. കാരണം പത്തായം സ്ഥലം മെനക്കെടുത്തുന്ന, കാരണം നെൽകൃഷി ഇല്ലാതെ പോയ 8 ലക്ഷത്തിലധികം ഹെക്ടർ സ്ഥലത്ത് നെൽകൃഷി ചെയ്തിരുന്ന ഒരു കാലത്ത് നിന്ന് നമ്മൾ 2 ലക്ഷം ഹെക്ടറിൽ നിന്ന് താഴേക്ക് പോയി. അപ്പോൾ പിന്നെ
നെൽകൃഷി ചെയ്യാത്തൊരു കാലത്ത്, ധാന്യങ്ങളില്ലാത്ത ഒരു കാലത്ത്, ഒന്നും പത്തായത്തിൽ സൂക്ഷിക്കാനില്ലാത്തൊരു കാലത്ത് എന്തിനാണ് ഈ പത്തായം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ അവിടെ അത്രയും സ്ഥലം എന്തിനു നഷ്ടപ്പെടുത്തുന്നു? ആ സ്ഥലം നമുക്ക് ഉപയോഗപ്പെടുത്തണം. ഉടനെ അത് ഫർണിച്ചറാക്കി മാറ്റുന്നു, അത് പൊളിച്ചിട്ട്. അങ്ങനെ പത്തായങ്ങളിൽ ഒരു അപൂർവതയായി ഇപ്പോൾ മാറി. പക്ഷേ പത്തായം ശരിക്കും പറഞ്ഞാൽ വലിയൊരു സന്ദേശം കൂടി നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട്. ഒന്നും ഇന്നത്തേക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല, ഒരു കരുതലിൻ്റെ ഏറ്റവും വലിയ കൊടിയടയാളമാണ് ശരിക്കും പത്തായം എന്ന് പറയുന്നത്. കാരണം ഇന്ന് തീർക്കാനുള്ളതല്ല ഒന്നും, നാളെ കുറച്ചുകൂടി ഒരു കരുതൽ വേണം. വിശപ്പിൻ്റെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ, ജീവിതത്തിൻ്റെ കാര്യത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നാളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പത്തായം നമുക്ക് മുന്നിൽ വയ്ക്കുന്ന സന്ദേശം.